ഭിന്നശേഷിക്കാരായ ദമ്പതികളുടെ വീടിന് നേരെ യുവാവിന്റെ ആക്രമണം. വീടിന്റെ കതക് തുറക്കാത്തതിനെ തുടർന്ന് വീടിന് പുറത്ത് കെട്ടിയിരുന്ന പശുവിനെ ആക്രമിച്ചു. കമ്പടി കൊണ്ട് പശുവിനെ കുത്തുകയും പശുവിന്റെ കുടൽ പുറത്തെടുത്ത് മുറിവേൽപ്പിക്കുകയും ചെയ്ത ശേഷം അക്രമി സ്ഥലം വിട്ടു. കൊല്ലം അഞ്ചൽ അസുരമംഗലത്താണ് സംഭവം. പിന്നീട് പശു ചത്തു. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. ഇന്നലെ ഒരു 7 മണിയോട് സാജിദ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൻ്റെ പരിസരം വന്നത് ചീത്ത വിളിക്കുകയും ഞങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്തിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുക്കളയിലെ കതവെല്ലാം അടിച്ച് തകർക്കുകയും ഇവിടെ വന്ന് ഫ്രണ്ടിലെ കതവും ഈ ജനലെല്ലാം അടിച്ച് ചവിട്ടി ബഹളം വയ്ക്കുകയും ചെയ്തിട്ട് ഈ ബാക്കിലെ സ്റ്റെപ്പ് വഴി വീടിൻ്റെ മണ്ടേ കയറി ഒരുപാട് നേരം ഞങ്ങളാരും ഇറങ്ങി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ ഇറങ്ങി വന്ന് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വന്ന് ഇവിടെ വന്ന് പൈപ്പ് എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് ഈ പശുവിനെ മാരകമായിട്ട് കുത്തിയോ കൈ ഉപയോഗിച്ചോ അവനെ ഉപദ്രവിച്ചിട്ട് അതിൻ്റെ കുടൽ വരെ എടുത്ത് പുറത്തിട്ട് അതിൻ്റെ ആമാശയം എല്ലാം പൊട്ടുകയും ചെയ്തു. സംഭവത്തിൽ മധുരപ്പ സ്വദേശിയായ 21 വയസ്സുള്ള സാജിദിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അഞ്ചൽ പോലീസ് കേസെടുത്തു. അഞ്ചൽ മധുരപ്പ സ്വദേശികളായ ഭിന്നശേഷിക്കാരായ അജിമോനും ലളിതയും കുട്ടികളും താമസിക്കുന്ന വീടിന് നേരെയാണ് യുവാവ് പരാക്രമം നടത്തിയത്. ഇന്നലെ 7 മണിയോടുകൂടിയാണ് ഈ പശുവിനെ ആക്രമിക്കുകയും ഇവരുടെ വീട് തല്ലിപ്പൊളിക്കുകയും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എല്ലാം നശിപ്പിക്കുകയും ചെയ്തത്. ഈ വികലാംഗരായ ഇവര് കൊച്ചുങ്ങളെയും കൊണ്ട് അകത്ത് കയറി ജീവരക്ഷാർത്ഥം രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ പശുവിനെ ചെയ്തതുപോലെ ആ കൊച്ചുങ്ങളെ തള്ളുകയോ ചെയ്തേനെ. വികലാംഗനായി മൊബൈൽ മോട്ടിക്കൊണ്ട് പോയി അതിനെ തുടർന്ന് കേസ് കൊടുക്കുകയും അതിന്റെ വൈരാഗ്യമായിട്ട് കഴിഞ്ഞ ഓണത്തിനടുക്ക ഒരു ദിവസം വന്ന് മുച്ചക്കര വാഹനം അടിച്ച് നശിപ്പിച്ച് നശിച്ചുണ്ടാക്കലാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇദ്ദേഹം ഇപ്പം വന്നേക്കുന്നത്. കഴിഞ്ഞ വർഷത്തിലധികം സഞ്ചരിച്ചിരുന്ന മുച്ചക്ര വാഹനം മദ്യപിച്ചെത്തിയ ഇയാൾ അടിച്ചു തകർത്തിരുന്നു. സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ നിലവിൽ കേസ് നടന്നു വരികയുമാണ്. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കഴിഞ്ഞ രാത്രി 7 മണിയോടുകൂടി അജിമോന്റെ വീടിന് മുന്നിലെത്തിയ സാജിദ് വീടിന് പുറത്ത് കൊലവിളി നടത്തുകയും വീടിന്റെ കതകുകളും ജനലും അടിച്ചു തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തത്. എന്നാൽ വീട്ടുകാർ പുറത്ത് ഇറങ്ങാത്തതിനെ തുടർന്ന് വീടിന് പുറത്ത് കെട്ടിയിരുന്ന പശുവിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. മിണ്ടാപ്രാണിയോട് അതിക്രൂരമായ ആക്രമണം നടത്തുന്നത് കണ്ട നാട്ടുകാർ യുവാവിനെ കീഴ്പ്പെടുത്തുകയും പ്രദേശത്തു നിന്ന് പറഞ്ഞുവിടുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ പശുവിനെ കൊല്ലത്തു നിന്ന് വന്ന പ്രത്യേക വെറ്റിനറി സംഘം കുടൽമാല അകത്താക്കി ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തുവെങ്കിലും പശു ചാവുകയായിരുന്നു. ഭിന്നശേഷിക്കാരായ ദമ്പതികളുടെ കുടുംബത്തിന് നേരെ ആക്രമണം നടത്തിയ യുവാവ് മുൻപ് കഞ്ചാവ് നൽകാത്തതിന് കഞ്ചാവ് വിൽപ്പനക്കാരിയുടെ തലയടിച്ച് പൊട്ടിച്ച കേസുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷോവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.